യേശു 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 ആരിലും വലിയവൻ, യേശു 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 ആരിലും മതിയായവൻ, യേശു ആരിലും മതിയായവൻ. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെല്ലാം പ്രിയപ്പെട്ടവരെ അറിയിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 4-ാമത്തെ വാക്യം. യേശു അത് കേട്ടിട്ട്, ഈ ദീനം മരണത്തിനായിട്ടല്ല, ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന് ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ടത്രേ എന്ന് പറഞ്ഞു. യേശു കർത്താവ് ലാസറിനെ ഉയർപ്പിക്കുന്ന സംഭവമാണ് വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായത്തിലെ പ്രതിപാദ്യം. ഇവിടെ പറയാണ്, മറിയയുടെ അവിടെ സഹോദരിയായ മാർത്തയുടെയും ഗ്രാമമായ ബഥാനിയയിൽ ലാസർ എന്ന് പേരുള്ളവൻ ദീനമായി കിടന്നു. ഈ മറിയായിരുന്നു കർത്താവിനെ പരിമള തൈലം പൂശി തൻ്റെ തലമുടി കൊണ്ട് അവൻ്റെ കാൽ തുടച്ചത്. അവിടെ സഹോദരനായ ലാസറായിരുന്നു ദീനമായി കിടന്നത്. ആ സഹോദരിമാർ അവൻ്റെ അടുക്കൽ ആളയച്ചിട്ട് പറഞ്ഞതാണ്, കർത്താവെ, നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു എന്ന് പറയിച്ചു. അന്നേരം യേശു പറഞ്ഞ വാക്കുകളാണ്. യേശു ഇത് കേട്ടിട്ട് പറയാണ്, ഈ ദീനം, ലാസറിനുള്ള ദീനം മരണത്തിനായിട്ടല്ല. നീ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പം ചില രോഗങ്ങൾ വന്ന് രോഗത്തിൻ്റെ ചില അവസ്ഥയിൽ എന്നെ കേൾക്കുന്ന, ചില വിഷയങ്ങളുടെ അവസ്ഥയിൽ കേൾക്കുന്ന, ഇതോടുകൂടെ സകലവും തീർന്നു പോകുമെന്ന് കേൾക്കുന്ന ചില വ്യക്തി ജീവിതങ്ങൾ, ബിസിനസ്സിൽ ഇനി മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, കുടുംബജീവിതം തകർന്നു, കുടുംബജീവിതത്തിൽ മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല, കുഞ്ഞുങ്ങളുടെ ഭാവി തകരാറിലായിരിക്കുന്നു, ശരീരത്തിൻ്റെ അവസ്ഥ മോശമായിരിക്കുന്നു, പല മെഡിക്കൽ റിപ്പോർട്ടുകൾ ഇനിയും ജീവിച്ചിരിക്കാൻ സാധ്യതയില്ല എന്ന് പറയുന്ന തരത്തിൽ വളരെ ഭാരത്തോട് കേൾക്കുന്ന ചില ജീവിതങ്ങൾ എന്നെ ഇന്ന് കേൾക്കുന്നു. യേശുവിന് പറയാനുള്ളത്, ഈ വിഷയം നിങ്ങളുടെ അവസാനമല്ല. ഈ ദീനം അത് മരണത്തിനായിട്ടല്ല. നിങ്ങൾ ആത്മഹത്യയുടെ വക്കിൽ ഇരുന്ന് എന്നെ കേൾക്കുന്ന വ്യക്തിയാണോ, നിങ്ങൾ മരിക്കേണ്ട കാര്യമില്ല. ആത്മഹത്യ ഒരു പരിഹാരമല്ല. പകരം യേശു ജീവനോടെ ഉണ്ട്. യേശു നിങ്ങൾക്കായി മരിച്ചു. നിങ്ങൾ ഇനി മരിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ രോഗത്തോടെ അവസ്ഥയിലാക്കിയെങ്കിൽ അവൻ്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്കിന്നും സൗഖ്യമുണ്ട്. വിശ്വസിച്ചാൽ ഈ വചനം ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് സൗഖ്യം പ്രാപിക്കാൻ കഴിയും. കാരണം ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വചനത്തിൽ പറയുന്ന യേശു എന്നുള്ളത് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന കർത്താവാണ്. നീ വചനം കേൾക്കുന്ന സ്ഥാനത്ത്, നിങ്ങളുടെ അരികിൽ, നിങ്ങളുടെ കിടക്കയിൽ, നിങ്ങളുടെ ഏകാന്തതയിൽ യേശു വന്നിട്ടുണ്ട്. ഈ വചനം എന്ന് പറയുമ്പോൾ വചനം ജഡമായി തീർന്ന കൃപയും സത്യവും നിറഞ്ഞ യേശുവോട് വരികയാണ്. ഇവിടെ ലാസറിനോടെ വിഷയം കേട്ടപ്പം, ലാസർ ഇങ്ങനെ ദീനമായി കിടക്കുന്നു, യേശു പറഞ്ഞത് മരണത്തിനായിട്ടല്ല. പക്ഷെ ശരിക്കും അവിടെ ഒരു ശാരീരിക മരണം സംഭവിച്ചില്ലേ? സംഭവിച്ചു. പക്ഷെ അതിലും വലിയൊരു കാര്യമാണ് ദൈവത്തിൻ്റെ പ്ലാനിലുണ്ടായിരുന്നത്. എന്താണത്? ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന് ദൈവത്തിൻ്റെ മഹത്വം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന വിഷയം നിങ്ങളെ തകർത്ത് കളയാനല്ല, ദൈവപുത്രൻ്റെ മഹത്വത്തിന് വേണ്ടിയാണ്. യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്നപ്പോൾ കാനാവിൽ പോലും കല്യാണത്തിൽ അവരെ യേശുവിനെ ക്ഷണിച്ചതുകൊണ്ട് ആ ഭവനത്തിൽ അത്ഭുതം നടന്നു. പച്ചവെള്ളത്തെ വീഞ്ഞാക്കി, രുചിയില്ലാത്തതിനെ രുചിയും ഗുണവും നിറവുള്ളതാക്കി മാറ്റി. എന്നിട്ട് പറയുകയാണ്, ഇതിന് അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് യേശു തൻ്റെ മഹത്വം വെളിപ്പെടുത്തി. ഓരോ അത്ഭുതങ്ങളും ഓരോ വിടുതലും ദൈവ മഹത്വം വെളിപ്പെടുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ചെറിയ പനിയിൽ നിന്നുള്ള സൗഖ്യമായിക്കോട്ടെ, അതും ദൈവത്തിന് മഹത്വം കരയേറ്റേണ്ടതാണ്. ദൈവ മഹത്വത്തിന് വേണ്ടിയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പൊക്കോണ്ടിരിക്കുന്ന എല്ലാ സാഹചര്യങ്ങളും അത് ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടേണ്ടതിന് വേണ്ടിയാണ്. ഇവിടെ ലാസറിൻ്റെ ദീനവും യേശു പറയാം മരണത്തിനല്ല, അത് ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന് ദൈവത്തിൻ്റെ
മഹത്വത്തിനത്രയെന്ന്. നമുക്കറിയാം, ചുരുക്കി പറഞ്ഞാൽ നമുക്കറിയാം, ലാസറിൻ്റെ കല്ലറയ്ക്കൽ യേശു ചെല്ലുന്നതും യേശു ലാസറെ എന്ന് പേർ വിളിച്ച് ലാസറിനെ പുറത്തു കൊണ്ടുവരികയും ചെയ്യുന്നു. അവിടെ 17-ാം വാക്യം പറയുകയാണ്, അവിടെ യേശു അവിടെ എത്തിയപ്പോൾ അവനെ കല്ലറയിൽ വെച്ചിട്ട് 4 ദിവസമായി എന്നറിഞ്ഞു. ബഥാനിയ യെരുശലേമിലേക്ക് ഏകദേശം 2 നാഴിക ദൂരത്തായിരുന്നു. മാർത്തയെയും മറിയയെയും സഹോദരനെക്കുറിച്ച് ആശ്വസിപ്പിക്കേണ്ടതിന് പല യഹൂദന്മാരും അവരുടെ അടുക്കൽ വന്നിരുന്നു. യേശു വരുന്നുവെന്ന് കേട്ടിട്ട് മാർത്ത അവനെ എതിരേൽപ്പാൻ ചെന്നു. മറിയോ വീട്ടിൽ ഇരുന്നു. മാർത്ത യേശുവിനോട്, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നു എങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. ഇപ്പോഴും നീ ദൈവത്തോട് എന്തപേക്ഷിച്ചാലും ദൈവം നിനക്ക് തരും എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. അപ്പം യേശു അവളോട് പറയാണ്, നിൻ്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞു. മാർത്ത അവനോട്, ഒടുക്കത്തെ നാളിലെ പുനരുത്ഥാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ഞാൻ അറിയുന്നുവെന്ന് പറഞ്ഞു. യേശു അവളോട്, ഞാൻ തന്നെയാണ് പുനരുത്ഥാനവും ജീവനും. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കയില്ല എന്ന് വിശ്വസിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. പിന്നെ 40-ാമത്തെ വാക്യത്തിൽ യേശു അവളോട്, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. നീ വിശ്വസിക്കാൻ തയ്യാറായാൽ നിങ്ങൾ മരണമല്ല കാണാൻ പോകുന്നത്, ജീവനാണ് കാണാൻ പോകുന്നത്. ഇന്ന് വിശ്വസിക്കാൻ നിങ്ങൾ തയ്യാറായാൽ നിങ്ങൾ ദൈവ മഹത്വമാണ് കാണാൻ പോകുന്നത്. ആ പ്രതികൂലമല്ല നാളെ കാണാൻ പോകുന്നു, ആ രോഗമല്ല നാളെ കാണാൻ പോകുന്നു. ഇന്ന് വിശ്വസിച്ചാൽ, ഇപ്പോൾ വിശ്വസിച്ചാൽ, യേശു അവളോട്, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന് ഞാൻ പറഞ്ഞില്ലയോ? അവർ കല്ല് നോക്കി യേശു മേലോട്ട് നോക്കി. പിതാവേ, നീ എൻ്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. നീ ഇപ്പോഴും എൻ്റെ അപേക്ഷ കേൾക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. എങ്കിലും നീ എന്നെ അയച്ചുവെന്ന് ചുറ്റും നിൽക്കുന്ന പുരുഷാരം വിശ്വസിക്കേണ്ടതിന് അവർ നിമിത്തം ഞാൻ പറയുന്നു. ഇങ്ങനെ പറഞ്ഞ് അവൻ ലാസറെ പുറത്തു വരിക എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. മരിച്ചവൻ പുറത്തു വന്നു. അവൻ്റെ കാലും കൈയും ശീല കൊണ്ട് കെട്ടിയും മുഖം റൂമാൽ കൊണ്ടും മൂടിയിരുന്നു. അവൻ്റെ കെട്ട് അഴിപ്പീൻ, അവൻ പോകട്ടെ എന്ന് യേശു പറഞ്ഞു. മറിയയുടെ അടുക്കൽ വന്ന യഹൂദന്മാരിൽ പലരും അവൻ ചെയ്തത് കണ്ടിട്ട് യേശുവിൽ വിശ്വസിച്ചു. എന്നാൽ ചിലർ പരീശന്മാരുടെ അടുക്കൽ പോയി യേശു ചെയ്ത് അവരോട് അറിയിച്ചു. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളും വിശ്വസിക്കാൻ തയ്യാറായാൽ നിങ്ങളുടെ ജീവിതത്തിലും സൗഖ്യം നടക്കും, അത്ഭുതം നടക്കും. യേശു അത്ഭുത മന്ത്രിയാണ്. യേശു അവരോട് പറഞ്ഞു, നീ വിശ്വസിച്ചാൽ ദൈവ മഹത്വം കാണും. യേശുവിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ, വിഷയമായിട്ട് ചെല്ലുമ്പോൾ യേശു എന്താ പറയുന്നത്? ഈ രോഗം മരണത്തിനായിട്ടല്ല, ഈ വിഷയം നിൻ്റെ അവസാനമല്ല, അത് ജീവന് വേണ്ടിയിട്ടുള്ളതാണ്. അത് ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന് വേണ്ടിയാണ്. പ്രാർത്ഥിക്കാം. പിതാവേ, പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചില പ്രതിസന്ധിയിൽ ആർക്കും സഹായിക്കാൻ കഴിയാതെ സകല പ്രതീക്ഷയും നഷ്ടപ്പെട്ട് ഇനി ജീവിക്കേണ്ട എന്ന് പോലും വിചാരിച്ച് ചില വ്യക്തികൾ എന്നെ കേൾക്കുമ്പോൾ അവരോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, ഇത് നിങ്ങളുടെ അവസാനത്തിനല്ല, ഈ വിഷയം നിങ്ങളുടെ തകർച്ചയ്ക്ക് വേണ്ടിയല്ല, ദൈവത്തിൻ്റെ പുത്രൻ മഹത്വപ്പെടേണ്ടതിനാണ്. ഇന്ന് നിങ്ങളൊന്ന് വിശ്വസിച്ചാൽ മതി. ഇരിക്കുന്ന സ്ഥാനത്ത് കണ്ണുകളെ അടച്ച്, യേശുവേ, എൻ്റെ ജീവിതത്തിലേക്കൊന്ന് വരണേ, ഈ വിഷയം ഞാൻ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു എന്ന് പറയുന്ന നിമിഷം തന്നെ ആ വിഷയം വിടുതലാകുകയാണ് ചെയ്യുന്നത്. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ ആ പ്രതികൂലം മാറിപ്പോകട്ടെ, യേശുവിൻ്റെ നാമത്തിൽ ആ വിഷയം മാറിപ്പോകട്ടെ, യേശുവിൻ്റെ നാമത്തിൽ ആ രോഗബന്ധനങ്ങൾ അഴിയട്ടെ, പിശാചിൻ്റെ പ്രവൃത്തികൾ അഴിയട്ടെ. പ്രത്യേകിച്ച് ശ്വാസം മുട്ടലായി ചില വ്യക്തികൾ എന്നെ കേൾക്കുന്നു. ഭക്ഷണമൊന്നും കഴിക്കുമ്പോഴത്തേക്ക് ശ്വാസം മുട്ടുന്നു, വലിയ അസ്വസ്ഥത അനുഭവിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് അവർ സൗഖ്യമാകുന്നു. എല്ലാവിധ രോഗബന്ധനങ്ങളും യേശുവിൻ്റെ നാമത്തിൽ അഴിഞ്ഞു മാറി ജനം സൗഖ്യമാകട്ടെ, വിടുതലാകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം ഓരോ വ്യക്തി ജീവിതങ്ങളിലും വ്യാപരിക്കട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. സകല മഹത്വം അർക്കപ്പെട്ട കുഞ്ഞാടിന് യേശുവിൻ പൊന്നുനാമത്തിൽ പിതാവേ, ആമേൻ. പ്രാണന്റെ ഉടയവനെ, പ്രാണൻ നിൻ കയ്യിലല്ലേ, സന്ദേഹമെന്തിനു സോദരരെ, നീ നിനക്കുള്ളതല്ലല്ലോ, നീ